ഷോൾഡർ വേദന അല്ലെങ്കിൽ തോൾ വേദന ഇന്ന് സാധാരണമായി കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ്. റൊട്ടേറ്റർ കഫ് ഇഞ്ചുറി അല്ലെങ്കിൽ തോൾ ഭാഗത്തുള്ള മസിലുകൾക്കുണ്ടാകുന്ന ഇഞ്ചുറി അത് കാരണം ഉണ്ടാകാം. അതിൻ്റെ സ്നായുകൾക്കുണ്ടാകുന്ന നീർക്കെട്ട് കൊണ്ടുണ്ടാകാം. ആർത്രൈറ്റിസ് പോലെയുള്ള വാദസംബന്ധമായ അസുഖങ്ങൾ കൊണ്ടുണ്ടാകാം. തേയ്മാനം അല്ലെങ്കിൽ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് പോലെയുള്ള അവസ്ഥകൾ കൊണ്ട് ഉണ്ടാകാം. ബേഴ്സൈറ്റിസ്, അതായത് നമ്മളുടെ സന്ധികളെ മൃദുവാക്കുന്ന അല്ലെങ്കിൽ സന്ധികളുടെ ചലനത്തെ മാർദ്ദവപ്പെടുത്തുന്ന ചില ഫ്ലൂയിഡ്സ് അല്ലെങ്കിൽ ദ്രാവകം നിറഞ്ഞിട്ടുള്ള സഞ്ചികൾ, അതിനുണ്ടാകുന്ന നീർക്കെട്ട്, അതിന് ബേഴ്സൈറ്റിസ് എന്നാണ് പറയുക, അതുകൊണ്ടുണ്ടാകാം. ടെൻഡിനോസിസ്, നമ്മളുടെ ഈ മസിലിനോട് ചേർന്ന് നിൽക്കുന്ന സ്നായുക്കളിൽ ഉണ്ടാകുന്ന നീർക്കെട്ട് കൊണ്ടുണ്ടാകാം. മറ്റു ഭാഗങ്ങളിൽ നിന്നും റേഡിയേറ്റ് ചെയ്ത് വരുന്ന മറ്റു പല പ്രശ്നങ്ങൾ കൊണ്ടും ഉണ്ടാകാം. ഇത് കൃത്യമായിട്ടുള്ള രോഗനിർണയത്തിലൂടെ കണ്ടുപിടിച്ച് ചികിത്സിക്കുമ്പോഴാണ് പെട്ടെന്ന് തന്നെ സുഖപ്പെടുക. ഉദാഹരണം പറയുകയാണെന്ന് വെച്ചാൽ ബേഴ്സൈറ്റിസ് പോലെയുള്ള അവസ്ഥകളിൽ ഐസിങ് ചെയ്യുന്ന ഒരു സമ്പ്രദായം വളരെ ഫലപ്രദമാണ്. അതുപോലെ തന്നെയാണ് ആയുർവേദത്തിൻ്റെ രീതിയിലുള്ള ലേപങ്ങളും. ലേപം എന്ന് പറഞ്ഞാൽ മരുന്ന് അരച്ച് പുരട്ടിയിടുന്ന സമ്പ്രദായങ്ങൾ. എന്നാൽ ആർത്രൈറ്റിസ് പോലെയുള്ള അവസ്ഥകൾ വരുമ്പോൾ നമ്മൾ കിഴി അല്ലെങ്കിൽ ധാര, അതായത് ചൂടാക്കുന്ന ചില പ്രയോഗങ്ങളിലൂടെ നീർക്കെട്ടിനെ എടുത്തു കളയുന്ന സമ്പ്രദായങ്ങളാണ് കൂടുതൽ ഫലപ്രദം.